അതേപോലെ തന്നെ ഇതിൻ്റെ അത് ചെയ്യുന്ന എക്സസൈസുകളും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സസൈസുകൾ. ആംഫിബിയസ് ലാൻഡിങ്, അതായത് വെള്ളത്തിലും കരയിലും ലാൻഡിങ്, അങ്ങനെയുള്ള സർവ്വ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എയർഫോഴ്സിൻ്റെ ആണെന്നുണ്ടെങ്കിൽ എവാക്സ് പങ്കെടുക്കുന്നുണ്ട്, സുഖോയ് പങ്കെടുക്കുന്നുണ്ട്, സുഖോയ് ഉണ്ട്, റഫേൽ ഉണ്ട്, മിഡ് എയർ റീഫ്യൂവലിംഗ്. അതായത് ഇത് നടക്കുന്നത് വെസ്റ്റേൺ തിയേറ്റർ കമാൻഡിന്റെ കീഴിലുള്ള സ്ഥലങ്ങളിലാണ്. അതായത് മഹാരാഷ്ട്ര, ഗുജറാത്ത്, രാജസ്ഥാൻ. അതിൻ്റെ അത് ഗുജറാത്തും രാജസ്ഥാനും മാത്രമേ ഉള്ളൂ. മഹാരാഷ്ട്രയുടെ ചെറിയൊരു ഭാഗം മാത്രമേ ഇതിൻ്റെ അത് വരുന്നുള്ളൂ. അതും വലിയ കാര്യമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ സർ ക്രീക്ക് മുതൽ അങ്ങ് വടക്ക് കിഴക്കേ ഒരു വര വരച്ചാൽ എങ്ങനെ ഇരിക്കുമോ പഞ്ചാബിന് തൊട്ട് താഴെ വരെ, പഞ്ചാബ് നോർത്തേൺ കമാൻഡിലേക്ക് പോയി, നോർത്തേൺ തിയേറ്റർ കമാൻഡിലേക്ക് പോയി. അപ്പോൾ പഞ്ചാബിന് താഴേക്ക് ഇങ്ങ് സർ ക്രീക്ക് വരെ ഒരു വര വരച്ചാൽ, ഒരു സ്ട്രിപ്പ് വരച്ചാൽ. അതുപോലെ തന്നെയാണ് നമ്മൾ നോട്ടാമം കൊടുത്തിരിക്കുന്നത്. മൊത്തം മാസം നവംബർ 28 വരെ നമ്മൾ ഈ ഒരു ഏരിയയ്ക്ക് നോട്ടാമം അടിച്ചിട്ടുണ്ട്. അതായത് 28,000 ഫീറ്റിന് താഴെ ഒരു സാധനം കാക്ക പോലും പറക്കാൻ പാടില്ല എന്ന് നോട്ടീസ് അടിച്ച് വിട്ടിട്ടുണ്ട്. ആ ഒരു ആംഫിബിയസ് ലാൻഡിങ്, അതുപോലെ തന്നെ ലിഫ്റ്റിംഗ്, ചിനൂക്ക്, അപ്പാച്ചി ഹെലികോപ്റ്ററുകൾ ആർമിയുടെ വരുന്നുണ്ട്. അങ്ങനെ നേവിയുടെ ബാക്കി സ്പെഷ്യൽ ഫോഴ്സസ്, നേവിയുടെ സ്പെഷ്യൽ ഫോഴ്സസ്, ബാക്കി സബ്മറൈൻസ്, ഇത് കപ്പലുകൾ എല്ലാം നേവിയുടേതും വരുന്നുണ്ട്. ഈ ഒരു മൊത്തം ഒരു സിങ്ക്രണസിറ്റി, എന്താ പറയുക, എണ്ണയിട്ട യന്ത്രം പോലെ എന്ന് പറഞ്ഞ പോലെ യന്ത്രത്തിന്റെ പല ഭാഗങ്ങളെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചിട്ട് ഈ സാധനം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കൊരു ലാർജ് സ്കെയിലിൽ നോക്കുന്ന ഒരു സംഗതി തന്നെയാണ് ഇത്. ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് വാർ എക്സസൈസ് തന്നെയാണ്. വാർ എക്സസൈസ് ആണ് ഇത്, വാർ ഗെയിം അല്ല, വാർ എക്സസൈസ്.